നമസ്കാരം എല്ലാ മച്ചാമാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം ബോട്ട് പാർട്ട് 16 ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫോഴ്സ് സബ്സ്ക്രൈബ് പൈരോഗ്രാം ബോട്ട് പൈത്തൺ പൈരോഗ്രാം ബോട്ടിലൊക്കെ സെറ്റാക്കാൻ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ അടുക്കുന്നതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ പൈരോഗ്രാം ബോട്ടിൻ്റെ പാർട്ട് 3 മുതൽ പാർട്ട് 5 വരെ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, പാർട്ട് 5 കാണുന്നിട്ടില്ല, പാർട്ട് 3 പാർട്ട് 4 ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എറർ വന്നാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് എറർ റൈറ്റിംഗ് എൻ്റെ അടുത്തല്ല വരുന്നത്, അപ്പോൾ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന ഒറ്റൊരു മറുപടി ആയിരിക്കും, വീഡിയോ പോയിട്ട് നേരെ കാണാൻ സ്കിപ്പ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ഡിപ്ലേ പറഞ്ഞെന്ന് മാത്രമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാണ്, സ്കിപ്പ് ചെയ്യാത്ത കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, ഞാൻ നിങ്ങൾക്ക് പാർട്ട് 3 പാർട്ട് 4 പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഈ നിങ്ങൾക്ക് രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നില്ല ഇന്നത്തെ കണ്ടൻറ്റിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് കണ്ടൻറ്റ് മുതൽ ഞാൻ മുന്നേ പറഞ്ഞു തന്ന ഭാഗം ഉണ്ടാകും, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നിട്ട് മാത്രമേ ഫുള്ളും ക്ലിയർ ആക്കിയിട്ട് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം കേട്ടോ, താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ടെലിഗ്രാമിൽ പേഴ്സണലായിട്ട് മറ്റൊന്ന് മെസ്സേജ് ആക്കണ്ട, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് എന്ത് പറയാനുള്ളത് തോന്നുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും എറർ ആയിട്ടുണ്ടെങ്കിൽ പൈരോഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് വരാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മോട്ടക്കിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, പൈരോഗ്രാമിൻ്റെ കൊടുത്തിട്ടില്ല. ഓക്കെ, പൈരോഗ്രാമിൻ്റെ കോൺടാക്റ്റ് ഹിയറിലിട്ടുണ്ട്, അതിലേക്ക് വന്നിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് എറർ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും, ആ ഗ്രൂപ്പിൽ എൻ്റെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. വീഡിയോയിലൊക്കെ എടുക്കുന്നതായിട്ട് തന്നെ ഇത് മച്ചാമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാകുന്നു, പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. കാരണം എന്ന് വെച്ചാൽ പാർട്ട് 17 ആയിട്ട് പെട്ടെന്ന് വരുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഫോഴ്സ് സബ്സ്ക്രൈബ് സെറ്റാക്കാൻ പോകുന്നത് സ്റ്റാർട്ട് കമൻറ്റ്സിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കമൻറ്റ്സിലാണെങ്കിൽ ഫോഴ്സ് സബ്സ്ക്രൈബ് സെറ്റാക്കാം. ഫ്രം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പൈരോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ടൈപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് തെറ്റില്ലാത്ത അതേ ഞാനിപ്പോൾ എന്താണോ ഇവിടെ ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ കൊടുക്കാം. ഇമ്പോർട്ട് എന്നാക്കി കൊടുക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുണ്ട് ടൈപ്സിൽ. ഒന്ന് ഇൻലൈൻ കീബോർഡ് ബട്ടണും ഒന്ന് ഇൻലൈൻ കീബോർഡ് മാർക്കപ്പും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫോഴ്സ് സബ്സ്ക്രൈബിന് ആവശ്യമുള്ളതാണ്. ഓക്കെ, മാർക്കപ്പൊക്കെ ഒരാൾക്കാർ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ റിപ്പോസ്റ്ററിലും. പിന്നെ ഇപ്പോൾ ഞാൻ രണ്ടാമത് ഫ്രം ഇമ്പോർട്ട് ആക്കാൻ പോകുന്നത് ഒരിക്കലും ചെയ്തിട്ടുണ്ടാവാത്തൊരു സംഭവമാണ്. ഫ്രം പൈരോഗ്രാം ഡോട്ട് എറർസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ എടുക്കാം. യൂസറിൻ്റെ യും എന്നും പിന്നെ പാർട്ടിസിപ്പൻറ്റിൻ്റെ പിയും നിർബന്ധമായിട്ടും ബിഗ് ലെറ്റർ ആക്കിയിരിക്കണം. വേണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കൊടുക്കാം. യൂസർ നോട്ട് പാർട്ടിസിപ്പൻറ്റ് അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചാനൽ ഫോഴ്സ് സബ് ചാനൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ് ഫോഴ്സ്_ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വേണമെങ്കിൽ അവിടെ കൊടുക്കുക. ഓക്കെ, അത് നിങ്ങളെ സൗകര്യം ഉണ്ടോ പോലെ നിങ്ങൾ കൊടുത്താൽ മതി. എന്നിട്ട് ഞങ്ങളുടെ ടെലഗ്രാമിലേക്ക് പോകണം. ഓക്കെ, ടെലഗ്രാമിലേക്ക് പോയതിന് ശേഷം നിങ്ങളുടെ അപ്ഡേറ്റ് ചാനൽ, ഓക്കെ, ഏത് ചാനലിലേക്കാണ് ഫോഴ്സ് സബ്സ്ക്രൈബ് സെറ്റ് ആക്കേണ്ട ആ ചാനലിൻ്റെ യൂസർ നെയിം, ഓക്കെ, യൂസർ ഐഡി അല്ല യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡബിൾ കോമ ഇട്ടിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡബിൾ കോമ ലാസ്റ്റ് ഇട്ടിട്ട് ക്ലോസ് ആക്കുന്നുണ്ട്. ക്ലോസ് ആക്കിയതിന് ശേഷം https:// നിർബന്ധമായിട്ട് റിമൂവ് ആക്കിയിരിക്കണം, അറ്റും ഉണ്ടായിക്കൂടാം. ഓക്കെ, നിങ്ങളുടെ യൂസർ നെയിം ഇതുപോലെ ആക്കിയിട്ട് വെക്കണം. ഓക്കെ, എന്നിട്ടായിട്ട് കമൻറ്റ്സിൻ്റെയും പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ടെക്സ്റ്റിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഇനി ഫോഴ്സ് സബ്സ്ക്രൈബ് സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് നേരെ 4 സ്പേസ് വിട്ടു കൊടുക്കാം. സ്പേസ് വിടുന്ന കാര്യത്തിൽ കുറേ ആൾ എറർ ചെയ്യുന്നുണ്ട്. 4 സ്പേസ് വിട്ടു കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരെ മുകളിലേക്ക് ആക്കാം. 4 സ്പേസ് ഇട്ടിട്ട് ആൻസിക്കിൻ്റെ സീൻ്റെ അടുത്ത് തുടങ്ങും ഇഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4 സ്പേസ് ഇട്ടതിന് ശേഷം ആൻസിക്കിൻ്റെ സീൻ്റെ അടുത്ത് ഇഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നേരെ ഫോഴ്സ് ചാനലാണ് കൊടുത്തിട്ടുള്ളത്. കോപ്പി ആയിട്ട് നേരെ ഇഫിൻ്റെ അവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഡബിൾ
പുള്ളിക്കുത്ത് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇഫിൻ്റെ നേരെ ലെവലിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് അതിൽ വിട്ട് കൊടുക്കാം. ഈ ഐൻ്റെ നേരെ ലെവലിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നമുക്ക് എഴുതിയിട്ട് വരെ കാണിച്ചു തരാം. 4 സ്പേസ് വിട്ട് കൊടുക്കാം. 1 2 3 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം ട്രൈ എന്ന് ഇട്ട് കൊടുക്കാം. ഡബിൾ ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ട്രൈൻ്റെ ടീൻ്റെ അടുത്തേക്ക് വരാൻ നെക്സ്റ്റ് ലൈനിൽ എന്നിട്ട് നിങ്ങൾ ആദ്യം 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മാർക്കൊന്നും ആക്കി അടിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് നേരെ വൃത്തിക്ക് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, 4 സ്പേസ് വിട്ട് കൊടുക്കാം. 4 സ്പേസ് വിട്ടിട്ടുണ്ട്. എൻ്റെ ആയിട്ട് യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസർ ഇസിക്കൽ ടു എവൈറ്റ് എന്ന് കൊടുക്കുകയാണ്. എവൈറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഇവിടെ ബോട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ബോട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് കൊടുത്തത് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു സംഭവം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബോട്ട് എന്ന് കൊടുത്തോണ്ട് ഇപ്പം ഞാൻ അവിടെ ബോട്ട് എന്ന് കൊടുക്കാം. നിങ്ങൾ ക്ലയൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിന് കൊടുക്കാം. ബോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗെറ്റ് _ ചാറ്റ് _ മെമ്പർ ഇതുപോലെ സ്പെല്ലിംഗ് തെറ്റില്ലാത്ത കൊടുക്കണം. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റില്ലാതെ കൊടുത്തിട്ട് പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫോഴ്സ് ചാനൽ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോഴ്സ് ചാനലാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അതൊന്ന് കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു കൊമ ഇട്ടിട്ട് ഒരു സ്പേസ് വിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചാനലിലേക്ക് നമുക്ക് യൂസറിനെ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് MSG എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂസർ ID കൊടുക്കാൻ വേണ്ടിയിട്ട് MSG.from _ യൂസർ. ഓക്കെ, ഞാനിവിടെ MSG എന്ന് കൊടുത്താണ് MSG എന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മെസ്സേജ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂസറിൻ്റെ IDൻ്റെ ഇത് കൊടുക്കാം, കോഡ് കൊടുക്കാം. കോഡ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഒന്ന് ഓഫാക്കാം. അവിടെ ഓപ്പൺ ആക്കി ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കി. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ കാര്യങ്ങൾ അവിടെ ഫുള്ള് തീർന്നിട്ടുണ്ട്. ഫോഴ്സ് ചാനലിലെ ലിങ്കാണ്. പിന്നെ മെസ്സേജ് ഫ്രം യൂസർ ID ആൾക്കാരെ ID കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെരിഫിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസർ ID അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോഴ്സ് ചാനലാണ് നമ്മളുടെ ഫോഴ്സ് സബ്സ്ക്രൈബ് ചാനൽ ജോയിൻ ആയിട്ടുണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, എനിക്ക് നേരെ യൂസറിൻ്റെ യൂൻ്റെ അതേ ലെവലിലേക്ക് വന്നതിന് ശേഷം അവിടെ ഇഫ് എന്ന് കൊടുക്കാം. ഇഫ് എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ അവിടെ യൂസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ യൂസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ യൂസറിനെ ഞാൻ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസർ ഡോട്ട് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റില്ലാതെ കൊടുക്കാം. എന്നിട്ട് ഇസിക്കൽ ടു 2 ഇട്ട് കൊടുക്കാം. ഡബിൾ കോമ ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിക്ക്ഡ് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് മറ്റേ ആരെങ്കിലും ബാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓർക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. കിക്ക്ഡ് ഔട്ട് ഡബിൾ കോമ ക്ലോസ് ആക്കി ഡബിൾ പുള്ളിക്കുത്തി ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നേരെ അതിൻ്റെ അതിൽ ഇഫിൻ്റെ അതേ ലെവലിലേക്ക് വരാം. ഇഫിൻ്റെ അതേ ലെവലിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഇഫിൻ്റെ ഐൻ്റെ ലെവലിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കാം. 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണിയിട്ട് അതിലും കാണിച്ചു തരാം. 4 സ്പേസ് വിടാൻ വേണ്ടിയിട്ട് 1 2 3 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം എവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എവൈറ്റ് എന്ന് ടൈപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെ MSG എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ MSG എന്ന് ഇട്ട് കൊടുക്കുകയാണ്. റിപ്ലൈ ടെക്സ്റ്റ് എന്ന് ഇട്ട് കൊടുക്കുകയാണ്. റിപ്ലൈ _ ടെക്സ്റ്റ് പിന്നെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഡബിൾ കോമ ഇട്ട് കൊടുക്കുകയാണ്. ഡബിൾ കോമ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം യു ആർ ബാനഡ്, സോറി ഡ്യൂഡ്, യു ആർ ബാനഡ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇമോജി ഇട്ടിട്ട് ഫുൾ സെറ്റ് പവറെല്ലാം ആക്കി വെക്കാടെ. പവറാക്കിയതിന് ശേഷം നിങ്ങൾ നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. കുറച്ച് ഡിസൈനിലാക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത് മാത്രമാണ്, കുറേ അതൊരു ഡിസൈൻ ഒന്നും ആക്കാൻ പോകുന്നില്ല. എവൈറ്റിൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ റിട്ടേൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റിട്ടേണിൻ്റെ സ്പെല്ലിങ് ഞാൻ ഇപ്പോൾ ഇവിടെ അടിക്കുന്നുണ്ട് പോലെ തന്നെ അടിച്ചു കൊടുക്കാം. RETURN. ഓക്കെ, റിട്ടേൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഓക്കെ, ഇത്ര കാര്യങ്ങൾക്ക് നേരെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് നേരെ കണ്ടിട്ടിവിടെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ഇല്ല ട്രൈൻ്റെ ടീൻ്റെ നേരെ ലെവലിലായിരിക്കണം നെക്സ്റ്റ് റിട്ടേൺ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൈനിങ് സെറ്റാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ലൈനിങ് അങ്ങനെയാണ് സെറ്റാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എക്സ്പെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ്പെക്റ്റ് കൊടുത്തതിന് ശേഷം ഇനി അവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട് യൂസർ നോട്ട് പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ, ആ സാധനം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അത് എററിലാണ് വന്നിട്ടുള്ളത്. ആ സാധനം കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ എക്സ്പെക്റ്റിൻ്റെ അപ്പുറത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഡബിൾ പുള്ളിക്കുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്ക് നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഓക്കെ, ആ ഒരു പുള്ളിക്കുത്തി നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. പിന്നെ അത് ഇട്ട് കൊടുത്തതിന് നെക്സ്റ്റ് ലൈനിലേക്ക് ഉണ്ട് എക്സ്പെക്റ്റിൻ്റെ ഈൻ്റെ അവിടെ വന്നതിന് ശേഷം ആദ്യം 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, എക്സ്പെക്റ്റിൻ്റെ ഈൻ്റെ അവിടെ വന്നതിന് ശേഷം 4 സ്പേസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പാർട്ട് 3ൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. മെസ്സേജ് അല്ലെ എവൈറ്റ് MSG ഇപ്പോൾ ഞാൻ കാണിച്ചു തരാത്ത വന്ന് കേടുന്ന ഇപ്പോൾ 2.MSG ആയിരുന്നു വന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. റിപ്ലൈ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പാർട്ട് 3ൽ ചെയ്ത അതേ കാര്യമാണ് ഇപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളത്. എവൈറ്റിൻ്റെ
നേരെ ടീൻ്റെ അവിടെ കൊടുന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ വേറെ ഏതൊരു പാർട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ടാണ് നമുക്ക് അങ്ങനെ സെറ്റ് ആക്കാനായിട്ട്. ഓക്കെ, പാർട്ട് 4 എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുന്നത് യു ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ് മൈ ചാനൽ. ഓക്കെ, യു ആർ നോട്ട് സബ് എന്നിട്ട് ഞാൻ കുറച്ച് പുള്ളി കുത്തിട്ടിട്ട് എക്സെട്ര എന്നിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ചെയ്താൽ യു ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ് മൈ ചാനൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു കൊമേഡാണ് എല്ലാ മച്ചാന്മാരും എല്ലാവരല്ല കൂടുതൽ ആൾക്കാരും മറക്കുന്നുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ റിപ്ലൈ മാർക്കപ്പ് ഇട്ട് കൊടുക്കണം, ബട്ടൺ കൂടി ക്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാർട്ട് 4 പോയിട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ നേരെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, റിപ്ലൈ മാർക്കപ്പ് ആക്കാണ്. മാർക്കപ്പ് ഓൾറെഡി നേരത്തെ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. മാർക്കപ്പ് അതിൻ്റെ ഉള്ളിൽ ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാണ്. ഓക്കെ, ഇനി ചെയ്യുന്ന കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ചെറിയൊരു സംഭവം സെറ്റാക്കാനുണ്ട്. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഡബിൾ കോമ ഇട്ട് കൊടുക്കുകയാണ്. ഡബിൾ കോമ ഇട്ടതിന് ശേഷം അപ്ഡേറ്റ് ചാനൽ എന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇത് ഇട്ട് കൊടുക്കാം, അപ്ഡേറ്റഡ് ചാനൽ ആക്കി എടുക്കാൻ ഒരു ഇമോജി കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. URL ഇട്ട് കൊടുത്തതിന് ശേഷം എഫ് ഇട്ട് കൊടുക്കാം. ബിഗ് ലെറ്ററിലല്ല, സ്മോൾ ലെറ്ററിൽ എഫ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് T.me/ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലാഷ് എന്ന് ടൈപ്പ് കൊടുത്തതിന് ശേഷം എന്താ ഈ ഒരു സാധനം ഈ രണ്ടിന്ന് ഏടുന്നൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ആ രണ്ട് സെയിം തന്നെയാണ്, കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം സ്ലാഷിൻ്റെ അപ്പുറത്തെ ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, കോപ്പി സാധനം അവിടെ പേസ്റ്റ് ആക്കിയിട്ട് ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. ഓക്കെ, ബ്രാക്കറ്റ് എങ്ങനത്തെ കണ്ടില്ല, ഇതുപോലത്തെ 2 ബ്രാക്കറ്റാണ്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിട്ട് ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ലിങ്കിൻ്റെ ഡബിൾ കോമ, ബ്രാക്കറ്റും ക്ലോസ് ആക്കി ബട്ടൻ്റെ. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൻ്റെ ബ്രാക്കറ്റാണ് ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ക്ലോസ് ആക്കുന്നത് മാർക്കപ്പിൻ്റെ അപ്പുറത്തുള്ള ഒരു ബ്രാക്കറ്റാണ്. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ആക്കുന്ന ബ്രാക്കറ്റ് മാർക്കപ്പിൽ നിന്ന് വരുന്ന ബ്രാക്കറ്റാണ്. ഇപ്പോൾ ക്ലോസ് ആക്കുന്ന ബ്രാക്കറ്റ് വരുന്നത് വെച്ചാൽ റിപ്ലൈ ടെക്സ്റ്റ് എവൈറ്റ് മെസ്സേജ് MSG.reply text എന്ന് വരുന്ന ബ്രാക്കറ്റാണ്. ഓക്കെ, ഒന്നും കൂടി മാർക്കാക്കി കാണിച്ചു തരാം. അത് അവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ വന്നത് ഇടുന്ന് വന്നിട്ട് നമുക്ക് നോക്കാം. അടുത്ത ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് ഇടുന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ നിങ്ങൾക്ക് തീരുമാനമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്രാക്കറ്റ് മൊത്തം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ എവൈറ്റിൻ്റെ ടീൻ്റെ ലെവലിലാണ് നമ്മൾ നേരത്തെ എല്ലാ ടീം റിപ്ലൈ മാർക്കപ്പും ടെക്സ്റ്റും വന്നിട്ടുള്ളത്. ഓക്കെ, സ്ക്രീൻഷോട്ടെല്ലാം എടുത്തിട്ടുണ്ട്, എന്തൊക്കെ അത് അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ മാർക്കാക്കുന്ന ഈ സൈഡ് പിങ്ക് സൈഡിൽ ചെയ്തതാണ് പുതിയതായിട്ട് ചെയ്ത കോഡ്. പിന്നെ ഈ ഗ്രീൻ കളറിൽ ചെയ്തിട്ടുള്ള മാർക്കാക്കിയ സൈഡ് നമ്മൾ പഴയതായിട്ട് ചെയ്തെന്ന ഒരു കോഡാണ്. ഓക്കെ, പുതിയതായിട്ടുള്ള കോഡ് നമുക്ക് നേരെ വൃത്തിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഒന്നാമത് എനിക്ക് ഇതൊക്കെ ഫോണിൽ ചെയ്തിട്ട് കാണിച്ചു തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, വേറെ വെബ്സൈറ്റ് മറ്റേ കിട്ടുന്നതാണ് നോക്കട്ടെ കോഡിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരെ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ചാനലിൻ്റെ യൂസർ നെയിമാണ്. ആ ചാനലിൻ്റെ യൂസർ നെയിം കോപ്പിയൊന്നും എടുക്കുന്നില്ല. ഞാൻ ചാനലിൻ്റെ യൂസർ നെയിമിനെ കോപ്പി എടുക്കുന്നില്ല. നിങ്ങളുടെ ബോട്ടിനെ നിർബന്ധമായിട്ട് നിങ്ങളുടെ സബ് ചാനൽ നിർബന്ധമായിട്ട് ബോട്ടിനെ അഡ്മിൻ ആക്കിയിരിക്കണം. ഓക്കെ, എൻ്റെ സബ് ചാനൽ ഇതാണ്. ഓക്കെ, ആ ചാനലിൽ പോയിട്ട് ഞാൻ നിർബന്ധമായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ചാനലിൽ പോയിട്ട് അഡ്മിൻ ആക്കിയിരിക്കണം. സബ് എൻ്റെ മെയിൻ ചാനലാണ് സബ് ചാനൽ. ഈ ചാനലിൽ പോയിട്ട് ഞാൻ ബോട്ടിനെ അഡ്മിനിൽ പോയിട്ട് അഡ്മിൻ ആക്കിയിരിക്കണം. അഡ്മിൻ ആക്കിയാൽ മാത്രമേ പിന്നെ ബോട്ട് സ്റ്റാർട്ട് ആവത്തുള്ളൂ, അല്ല സ്റ്റാർട്ട് ആവത്തില്ല. ഓക്കെ, ഇപ്പോൾ ബോട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ബോട്ട് അപ്ഡേറ്റ് ആയതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരാം. ബോട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് പ്രൂഫും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറി സ്റ്റാർട്ട് അടിച്ചിട്ട് ബോട്ട് വർക്കാവുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ മെയിൻ ചാനലൊന്ന് ഡിലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ മെയിൻ ചാനലിൽ ഇപ്പോൾ ഞാൻ ജോയിൻ ആവാത്തതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് അടിച്ചാൽ ജോയിൻ മൈ അപ്ഡേറ്റ് ചാനൽ. ഓക്കെ, നമുക്ക് ചെറിയ പണി പാടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള സംഭവം കണ്ടില്ല, അപ്ഡേറ്റ് ചാനൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയി, അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഹലോ ബ്രോ ഐ എം പൈറോഗ്രാം ബോട്ട് ആ ടെക്സ്റ്റും കൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും വന്നുകൂടാ, അത് നമുക്കിപ്പോൾ ഫിക്സ് ആക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് തീരുമാനമായിട്ടുണ്ടെന്നല്ല, വർക്കിങ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് അടിച്ചാൽ ഇപ്പോൾ രണ്ടാമത് സബ്സ്ക്രൈബ് വരുന്നില്ല. സബ്സ്ക്രൈബ് ഇപ്പോൾ നമുക്ക് നേരെ വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ആകാത്തവർക്ക് പിന്നെ ആ ടെക്സ്റ്റും കൂടി വരുന്നുണ്ട്. നമുക്കിപ്പോൾ സെറ്റാക്കാം. കോഡിലൊക്കെ ഒന്നും കൂടി വന്നതിന് ശേഷം
എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെർട്ടിൻ്റെ താഴെ സെറ്റാക്കിയിട്ടുള്ള എവൈറ്റ് ഇല്ല, എക്സ്പെർട്ടിൻ്റെ താഴെ സെറ്റാക്കിയിട്ടുള്ള എവൈറ്റ്, ഈ എവൈറ്റിൻ്റെ എൻ്റെ സ്ട്രൈറ്റ് ലെവലിലേക്ക് വരാം. നമ്മളുടെ ടൈപ്പ് ചെയ്യുന്ന സംഭവം എൻ്റെ സ്ട്രൈറ്റ് ലെവലിലേക്ക് വന്നതിന് ശേഷം റിട്ടേൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, RETURN. ഓക്കെ, റിട്ടേൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്ട്രൈറ്റ് ലൈനാണ് ഈ എയും ഈ റിട്ടേണിൻ്റെ ആറും നോക്കിയാൽ സ്ട്രൈറ്റ് ലൈനിലുണ്ടാകും, ഒന്ന് അപ്പുറം ഇപ്പുറം തെറ്റിയിട്ടുണ്ടാകത്തില്ല. എനിക്ക് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ് അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലാണ് നേരെ ബോട്ട് അപ്ഡേറ്റ് ആയതിനു ശേഷം ചെക്കാക്കി നോക്കാം. ഓക്കെ, രണ്ട് സംഭവം ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുണ്ട് കേട്ടോ. അപ്പോൾ റിട്ടേൺ സെറ്റാക്കിയതിന് ശേഷം ബോട്ടിലേക്ക് ഇട്ട് ഇപ്പം ഞാൻ എൻ്റെ മെയിൻ ചാനലൊന്നും കൂടി ഞാൻ ഡിലീറ്റ് ആക്കുകയാണ്. ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ മെയിൻ ചാനൽ ജോയിൻ ആയിട്ടില്ല. ബോട്ട് അപ്ഡേറ്റ് ആയാൽ നമുക്ക് നോക്കാം. ബോട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ബോട്ട് അപ്ഡേറ്റ് ആയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ബോട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്ഡേറ്റ് ആയതിന് ശേഷം ഒന്നും കൂടി ബോട്ടിലേക്ക് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് അടിച്ച് കൊടുത്ത പാട് നമുക്ക് നേരത്തെ വന്ന പോലത്തെ സ്റ്റാർട്ട് ടെക്സ്റ്റ് വന്നിട്ടില്ല. ജോയിൻ ആയിട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് അടിച്ചിട്ടാകുമ്പോൾ ടെക്സ്റ്റ് നേരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോട്ടിൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബ് നല്ല പെർഫെക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളത് സ്കിപ്പ് അടിച്ചിട്ട് പോകേണ്ട എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്രമാത്രം നിങ്ങൾക്ക് നല്ലതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 കോഡ് സെറ്റാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇനി കുറേ വീഡിയോസ് വരുന്നുണ്ട്. ഇതല്ല, ഇതിനെക്കാട്ടി നല്ല എത്രയോ കോഡ് സെറ്റാക്കുന്ന വീഡിയോസ് വരുന്നുണ്ടില്ല എന്നല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമതെന്ന് വെച്ചാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോത്തിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ എല്ലാവരും ഒരു ലൈക്ക് പിന്നെ ഒരു കമൻറ്റ്, ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. പ്ലീസ്, വേറൊന്നും പറയാനില്ല. ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. പിന്നെ വീഡിയോ ഇടുന്നത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കോഡിങ് ചെയ്യുമ്പോൾ മാക്സിമം PC ഉള്ളവർ PC, ലാപ്പുള്ളവർ ലാപ്പ്, മൊബൈലിൽ PCയും ലാപ്പുള്ളവരും മൊബൈലിൽ ഒരിക്കലും ചെയ്യണ്ട. മൊബൈലിൽ ചെയ്തിട്ട് ഒരിക്കലും ബാധാക്കേണ്ട. എന്ന് വെച്ചാൽ മൊബൈലിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സ്പേസ് കിടുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയത്ത് PC ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ PC ഉള്ളവരെല്ലാവരും PC തന്നെ ചെയ്യാൻ നോക്കുക, ഫോണിൽ ചെയ്യണ്ട പ്ലീസ്. എനിക്ക് PC തന്നെ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞതാണ് ലൈക്ക് ചെയ്യാനോ, ഒന്നും കൂടി ലൈക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുതിയ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതാണ് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.